അപ്പം നമുക്കിന്ന് 3D പ്രിൻ്റ് കുറച്ച് പാർട്സിൻ്റെ ഡെലിവറി ഉണ്ട്. നമുക്ക് അതിനായിട്ട് പാർട്സ് പ്രിപ്പയർ ചെയ്യാം. ഇതാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന പാർട്ട്. ഇതൊരു വെയ്സ് ആണ്. നമ്മൾ 3D പ്രിൻ്റഡ് ആണ്. അപ്പം ഇതുണ്ട്. പിന്നെ ഒരു കീ ചെയിൻ ഉണ്ട്. നമ്മൾ ഒരു കീ ചെയിനും ആണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്, ഗിഫ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് 21 പീസാണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 21ാമത്തെ പീസ് നമ്മുടെ മെഷീനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് അതിലേക്ക് എടുക്കാനാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ 21ാമത്തെ പീസാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് എല്ലാം തീർക്കാം. ഇത് ഓടുന്ന തീരട്ടെ, നേരത്തെ നമുക്ക് അതിൻ്റെ പാക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പാക്ക് ചെയ്യുന്ന ബോക്സ്. ഇപ്പം ഞാൻ വാങ്ങുന്നത് 50ൻ്റെ കിറ്റ് സെറ്റായിട്ടാണ്. ഇപ്പോൾ ഇത് കാർഡ്ബോർഡ് ബോക്സ് ആണ്. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇത് നമ്മുടെ ഇതാണ് ഷെഡറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇത് വിട്ട് ബോക്സിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫോൾഡ് ചെയ്ത ബോക്സ്. ഇതാണ് 10x10 ബോക്സ് ആണ്. ഇതിലാണ് നമ്മൾ നമ്മുടെ ഐറ്റം പാക്ക് ചെയ്യുന്നത്. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബോക്സിൽ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് ഡിസ്പാച്ചിന് വിടുകയാണ്. അപ്പം നാളെ രാവിലെ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയോടുകൂടി ഇല്ല ശനിയാഴ്ച രാവിലെ കൂടി ഇവിടെ കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.